സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിലെ നാലാമത്തെയും അവസാനത്തെയും ക്ലാസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കൾച്ചറൽ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തുടങ്ങുന്നത്. കൾച്ചറൽ അച്ചീവ്മെന്റ്സ്, സാംസ്കാരിക രംഗത്തെ നേട്ടങ്ങൾ. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് ഏതാണെന്ന് കൂടി നോക്കുകയാണെങ്കിൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 3 വിദ്യാഭ്യാസ കമ്മീഷനുകൾ, എഡ്യൂക്കേഷൻ കമ്മീഷൻസ് 3 നോക്കി. അതിൻ്റെ ഓരോന്നിൻ്റെയും ഒബ്ജക്റ്റീവ്സ് ആൻഡ് റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കി. അതേപോലെ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു. അതിലെ റെക്കമെൻഡേഷൻസ് 4 പോയിന്റുകൾ നോക്കി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഒക്കെ അതിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് SSA, RMSA, സമഗ്ര ശിക്ഷാ അഭിയാൻ, അതേപോലെ 2009 നമ്മൾ RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇന്ന് കൾച്ചറൽ അച്ചീവ്മെന്റ്സ് നോക്കുകയാണ്. ഈ ചാപ്റ്ററിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി കാര്യമായിട്ടൊന്നും പഠിക്കാനില്ലാത്ത ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയാണ് കൾച്ചറൽ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്തെ ഒരു ബോക്സ് കാണാം. പക്ഷെ ബോക്സിന്റെ മുകളിൽ 2 കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എക്സ്ട്രാ റീഡിംഗ് ബോക്സ് ആണ്. പരീക്ഷയ്ക്ക് വേണ്ടി ഈ ബോക്സിൽ നിന്ന് നമ്മളൊന്നും പഠിക്കേണ്ടതില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത ഭാഗം ഫോറിൻ പോളിസി, ഇത് വേറെ തന്നെയാണ്. അപ്പൊ നമുക്ക് കാര്യമായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി ഒരു തലവേദന കൊടുത്ത് പിന്നെ ഒരു എന്താ പറയാ പഠിക്കാനുള്ളതല്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് എന്നുള്ള ഒരു തലവേദന നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. കൾച്ചറൽ അച്ചീവ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രീ ഇന്ത്യ മെയ്ഡ് ട്രമെൻഡസ് പ്രോഗ്രസ് ഇൻ ദി ഫീൽഡ് ഓഫ് കൾച്ചർ. സാംസ്കാരിക രംഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരുപാട് പുരോഗതി നേടുകയുണ്ടായി. ആൻഡ് യു ഹാവ് ലേൺഡ് ഇൻ പ്രീവിയസ് ക്ലാസ്സസ് ദാറ്റ് ഇന്ത്യ ഹാസ് എ യുണീക് കൾച്ചറൽ ട്രഡീഷൻ. അതായത് ചെറിയ ക്ലാസ്സുകളിൽ തൊട്ടേ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഇന്ത്യക്ക് എന്തുണ്ട്, ഇന്ത്യക്ക് അതിൻ്റെതായ തനതായിട്ടുള്ള ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. And many cultural institutions were established to promote cultural activities in India and abroad. നമ്മുടെ രാജ്യത്തകത്തും നമ്മുടെ ഇന്ത്യക്കകത്തും രാജ്യത്തിനകത്തും അതേപോലെ രാജ്യത്തിന് പുറത്തുമൊക്കെ ഇന്ത്യയുടെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നുണ്ട്. പല രാജ്യങ്ങളിലും പല സ്ഥാപനങ്ങളും ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും ഒക്കെ ഉയർത്തി കാണിക്കുന്ന രൂപത്തിലുള്ള പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട്, അറേഞ്ച് ചെയ്തുകൊണ്ട്, സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ജനറലായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ മറ്റൊരു എക്സ്ട്രാ റീഡിംഗ് ബോക്സ് കാണാം. കൾച്ചറൽ എക്സ്ചേഞ്ച് ഫോർ ടീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗം കാണാം. നമുക്കൊന്ന് നോക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ഇൻ ഡൽഹി ഇൻ 1979 with the objective of converging education with the culture of our country. Its aim is to organize various cultural exchange programs for students and teachers. അതായത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ നമ്മുടെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ, ഓക്കെ, വിദ്യാഭ്യാസത്തെയും സംസ്കാരത്തെയും പരസ്പരം ബന്ധിപ്പിക്കുക, കണക്ട് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 1979 പിന്നെ രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഏത്, സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. ന്യൂഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. അതേപോലെ അധ്യാപകർക്കും അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, ടീച്ചേഴ്സിനും അതേപോലെ സ്റ്റുഡൻസിനും ഒക്കെ, അല്ലെങ്കിൽ അധ്യാപകർക്കും കുട്ടികൾക്കും ഒക്കെ ആയിട്ട് സാംസ്കാരിക വിനിമയത്തിനുള്ള ഒരു പിന്നെ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അപ്പോൾ ജനറലായിട്ട് അങ്ങനെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, എക്സാമിന് വേണ്ടി ഇതൊന്നും നിങ്ങൾ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് വായിച്ചു പോയാൽ മാത്രം മതി. അടുത്ത പേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ചിട്ടുള്ള ഒരു, നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ സാംസ്കാരിക രംഗത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കായിട്ട് പല സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രധാന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിന്റെ ആക്ടിവിറ്റീസ്, അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മളിപ്പോൾ ഓരോന്നും വായിച്ചു പോകുന്നില്ല, ഞാൻ പറഞ്ഞു എക്സ്ട്രാ റീഡിംഗ് ആണ്, അതുകൊണ്ട് നമ്മളിവിടെ വായിച്ച് സമയം കളയുന്നില്ല. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, അതേപോലെ നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, അങ്ങനെ ഓരോരോ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ആസ്ഥാനം ഒരേ സ്ഥാനമാണ്. അതേതാ, ന്യൂഡൽഹിയാണ് ആ സ്ഥാനം എന്നും മനസ്സിലാക്കുക. എല്ലാത്തിൻ്റെയും ആസ്ഥാനം, ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാ, ന്യൂഡൽഹി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ഓക്കെ, കൾച്ചറൽ അച്ചീവ്മെന്റ്സ് നമുക്ക് എക്സാമിന് വേണ്ടി പഠിക്കേണ്ടതില്ല, ഒരിക്കൽ കൂടി പറയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗമാണ് ഫോറിൻ പോളിസി, വിദേശ നയം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാധാന്യത്തോടു കൂടി തന്നെ നമുക്ക് ആ ഒരു ഭാഗം നോക്കാം. Our objective is
peaceful coexistence, ensuring freedom and welfare for all people in the world. And I remind the world that we are not to create problems for anyone. Jawaharlal Nehru in a public speech in 1947. 1947 നെഹ്റു നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിലെ വരികളാണ്, വാക്കുകളാണ്. എന്താ അദ്ദേഹം പറയുന്നത്? Our objective is peaceful coexistence, ensuring freedom and welfare for all people in the world. ലോകത്തിലുള്ള എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായിട്ടുള്ള സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. And I remind the world that we are not to create problems for anyone. അതായത് ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ലോകരാജ്യങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉണർത്താനുള്ളത്. ഓക്കെ, എന്നാണ് ആര് പറയുന്നത്? നെഹ്റു പറയുന്നത്. ദി വേർഡ്സ് ഓഫ് നെഹ്റു റിഫ്ലക്ട് ഇന്ത്യസ് അപ്രോച്ച് ടു അതർ നേഷൻസ്. അതായത് മറ്റ് രാജ്യങ്ങളോട്, വിദേശ രാജ്യങ്ങളോടുള്ള ഇന്ത്യയുടെ അപ്രോച്ച്, ഇന്ത്യയുടെ സമീപനം എന്താണ്, എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ. നമ്മൾ ആരോടും ഒരു അക്രമത്തിനും നമ്മൾ ഇല്ല, ആരോടും ഒരു വിദ്വേഷവും നമ്മൾ വെച്ച് പുലർത്തുന്നില്ല. ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, മുഴുവൻ ജനതയ്ക്കും സ്വാതന്ത്ര്യം വേണം, സൗഖ്യം വേണം, സമാധാനം വേണം എന്നാഗ്രഹിക്കുന്ന എന്നാഗ്രഹിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം എന്നൊക്കെയാണ് ആര് പറയുന്നത്? നെഹ്റു പറയുന്നത്. ഫ്രീ ഇന്ത്യ അഡോപ്റ്റഡ് ദി ഫോറിൻ പോളിസി ഫ്രെയിംഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് ദി സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ചാപ്റ്ററിൽ തന്നെ. അതായത് ബ്രിട്ടീഷുകാർക്കെതിരായ സമരവേളയിലൊക്കെ കോൺഗ്രസിന്റെ പല സമ്മേളനങ്ങളും നടന്നപ്പോൾ ആ സമ്മേളനങ്ങളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചില അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോട് നമ്മൾ ആവശ്യപ്പെട്ട ചില അവകാശങ്ങളുണ്ട്. അതൊക്കെയാണ് പിന്നീട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര വേളകളിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാക്കിയിട്ടുള്ള വിദേശ നയമുണ്ട്. ആ വിദേശ നയത്തിന്റെ പല ഭാഗവും സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ വിദേശ നയത്തിലേക്ക് നമ്മൾ എഴുതി ചേർത്തു. ഓക്കെ, ഫ്രീ ഇന്ത്യ അഡോപ്റ്റഡ് ദി ഫോറിൻ പോളിസി ഫ്രെയിംഡ് ബൈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡ്യൂറിംഗ് ദി സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയിട്ടുള്ള വിദേശ നയം തന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അവിടെ നമ്മൾ ഓർക്കേണ്ട വൺ മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ജവഹർലാൽ നെഹ്റു is the chief architect of foreign policy of India. ഇന്ത്യൻ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്, ദി ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പല സ്ഥലത്തും നെഹ്റുവിന്റെ പേര് പരാമർശിക്കുകയുണ്ടായി. സാമ്പത്തിക രംഗത്ത്, അതേപോലെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന മേഖലയിൽ, അതേപോലെ സ്പേസ് റിസർച്ച് ടെക്നോളജി, നമ്മുടെ ബഹിരാകാശ ഗവേഷണം, സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അപ്പൊ എല്ലാ മേഖലയിലും നെഹ്റുവിന്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഏതായാലും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നമ്മൾ ആധുനിക ഇന്ത്യയുടെ ശില്പി, ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ, അല്ലെങ്കിൽ ചീഫ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ, ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് നമ്മൾ വിളിക്കുന്നതും നെഹ്റുവിനെ തന്നെയാണ്. ഇതൊക്കെയാണ് കാരണം. അപ്പൊ ഏതായാലും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ചീഫ് ആർക്കിടെക്ട് എന്നറിയപ്പെടുന്നതും ആരാണ്? ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ദി മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഇന്ത്യസ് ഫോറിൻ പോളിസി ആർ, പഠിക്കാനുള്ള അടുത്ത ഭാഗമാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന ആശയങ്ങൾ, ഇന്ത്യൻ വിദേശ നയത്തിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നു. ഒന്ന്, റെസിസ്റ്റൻസ് ടു കൊളോണിയലിസം ആൻഡ് ഇംപീരിയലിസം. കൊളോണിയലിസത്തെയും ഇംപീരിയലിസത്തെയും നമ്മൾ എതിർക്കുന്നു. ഇത് രണ്ടിനോടുമുള്ള എതിർപ്പ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രത്യേകതയാണ്. കാരണം കോളനി ഭരണത്തിന് കീഴിലായിരുന്നു ഒരുപാട് കാലം നമ്മുടെ രാജ്യം. 1947 വരെ, 47 നമ്മൾ സ്വാതന്ത്ര്യം നേടി ആ കോളനി ഭരണത്തിൽ നിന്നും മോചിതരായത്. അതുകൊണ്ട് തന്നെ ആ കൊളോണിയലിസത്തെയും ഇംപീരിയലിസത്തെ അഥവാ സാമ്രാജ്യത്വത്തെയും നമ്മൾ എതിർക്കുന്നു. ദെൻ മറ്റൊന്ന്, ഹോസ്റ്റിലിറ്റി ടു റേഷ്യസം, വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഓക്കെ, കറുത്ത വർഗ്ഗക്കാര്, വെളുത്ത വർഗ്ഗക്കാര്, അങ്ങനെയൊക്കെയുള്ള
ലോകത്തിന്റെ പല ഭാഗത്തും പല തരത്തിൽ മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിലൊക്കെ എന്തുണ്ട്, ഇങ്ങനെയുള്ള ഈ ഒരു വംശീയവാദം, അതിന്റെ ഭാഗമായിട്ട് പല ഏറ്റുമുട്ടലുകളും രക്തച്ചൊരിച്ചിലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു വംശീയവാദത്തോടുള്ള വിദ്വേഷം നമ്മുടെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, പ്രത്യേകതയാണ്. നമ്മൾ വംശീയവാദത്തെ, റാഷിസത്തെ നമ്മൾ എതിർക്കുന്നു, ഹോസ്റ്റിലിറ്റി ടു റാഷിസം. മറ്റൊന്ന്, ട്രസ്റ്റ് ഇൻ ദി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ഐക്യരാഷ്ട്രസഭയിൽ, ഐക്യരാഷ്ട്ര സംഘടനയിൽ നമ്മൾ വിശ്വസിക്കുന്നു. ലോകത്ത് അങ്ങനെ ഒരു സംഘടന വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ലോകത്തൊരു സമാധാനം നിലനിർത്താൻ ഇത്തരത്തിലൊരു സംഘടന ആവശ്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം, എല്ലാ രാജ്യങ്ങളോടും നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ്. പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ. ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ. എന്താണ് പഞ്ചശീല തത്വങ്ങൾ എന്ന് നമുക്കിത് ഇവിടെ പറയുന്നുണ്ട്, പഞ്ചശീൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ അവിടെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ മറ്റൊന്ന്, എംഫസിസ് ഓൺ ദി നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. അതായത് വിദേശ രാജ്യങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ നമ്മളത് സ്വീകരിക്കുക തന്നെ വേണം എന്ന കാഴ്ചപ്പാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെ ഇക്കണോമിക് അച്ചീവ്മെന്റ്സ് നമ്മൾ പറഞ്ഞപ്പോൾ, ഇക്കണോമിക് സെക്ടറിൽ നമ്മൾ കൈവരിച്ച ഓരോരോ നേട്ടങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫോറിൻ കൺട്രീസ് വി എസ്റ്റാബ്ലിഷ്ഡ് സം അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി കൺട്രി. നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ചില ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ആരംഭിച്ച് നമ്മൾ പറഞ്ഞു. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ബൊക്കാറോ, ഭിലായി, അതേപോലെ തന്നെ ജർമ്മനിയുടെ സഹായത്തോടെയും ബ്രിട്ടന്റെ സഹായത്തോടെയും ഒക്കെ നമ്മൾ ദുർഗാപൂരിൽ, അല്ലെ, അതേപോലെ പിന്നെ അങ്ങനെയുള്ള 4 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദുർഗാപൂര്, റൂർക്കേല, ഭിലായി, ബൊക്കാറോ, ഇങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ നമ്മൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എംഫസിസ് ഓൺ ദി നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, അത് ആവശ്യമാണെങ്കിൽ നമ്മൾ സ്വീകരിക്കണം എന്നുള്ള നിലപാട്. ദെൻ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, ചേരിചേരായ്മ എന്ന് പറയുന്ന ആശയം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മറ്റൊരു ചാപ്റ്ററിൽ, നോൺ അലൈൻഡ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനമൊക്കെ. അപ്പൊ ചേരിചേരായ്മ എന്നുള്ള ഒരാശയം, ഇതൊക്കെ ഇന്ത്യൻ വിദേശ നയത്തിന്റെ കാതലായിട്ടുള്ള പ്രത്യേകതകളാണ്, അതിലെ പ്രധാന തത്വങ്ങളാണ്. ഓക്കെ, അപ്പോ ആ പഞ്ചശീല പ്രിൻസിപ്പിൾസും കൂടി പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? പഞ്ച എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പഞ്ചഗുസ്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, 5 എന്നാണ് അർത്ഥം. അപ്പൊ ഈ പഞ്ചശീല പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ, അതിൽ 5 തത്വങ്ങളാണുള്ളത്, 5 കാര്യങ്ങളാണുള്ളത്. നോക്കാം. The Panchashil principles are the agreement signed by India and China in 1954. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു കരാറാണ് 1954 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച ഒരു കരാറാണ് ഇത് പഞ്ചശീല പ്രിൻസിപ്പിൾസ്, പഞ്ചശീല തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. ആരൊക്കെയാണ് ഒപ്പുവെച്ചത്? ദി അഗ്രിമെന്റ് വാസ് സൈൻഡ് ബൈ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൗ എൻ ലായ്, ദി ദെൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ചൈന. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ചൗ എൻ ലായ്. ഓക്കെ, ഈ 2 ആളുകൾ ചേർന്ന് ഒപ്പുവെച്ച കരാറാണ് 1954 പഞ്ചശീല പ്രിൻസിപ്പിൾസ്. ഇന്ത്യയും ചൈനയും തമ്മിലാണ്. അപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു, ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായ്, 2 പേരുമാണ് ഒപ്പുവെച്ചത്. ഈവൻ ദോ the Panchashil agreement was signed with China, India's approach to all other nations was also based on these principles. നമ്മൾ ചൈനയുമായി ഒപ്പുവെച്ച ഒരു കരാറാണ് എങ്കിലും ഇതിൽ പറയുന്ന വ്യവസ്ഥകൾ എല്ലാ രാജ്യത്തോടും നമ്മൾ സ്വീകരിക്കുന്ന വ്യവസ്ഥ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ നിലപാട് തന്നെയാണ് ഈ ചൈനയുമായുള്ള ഈ ഒരു കരാറിലും നമുക്ക് കാണാൻ പറ്റുക. They are as follows. ഓക്കെ, ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടായ സമയത്താണ് ഇങ്ങനൊരു കരാർ നമ്മൾ ഒപ്പുവെക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ്? 1, മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. അതായത് രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരം എന്ത് ചെയ്യുക? പരസ്പരം അംഗീകരിക്കുക. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. മറ്റൊന്ന്, മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കുക. മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്.
ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. അതിർത്തി തർക്കങ്ങൾ ഉണ്ടാവും, ഓക്കെ, പക്ഷേ അതിന്റെ പേരിൽ എന്ത് ചെയ്യണ്ട? ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടണ്ട. അതായത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള വിഷയങ്ങളിൽ മറ്റു രാജ്യക്കാർ ഇടപെടണ്ട, മറ്റു രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ നമ്മളും എന്ത് ചെയ്യണ്ട? ഇടപെടണ്ട. അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്, അത് അവിടെ തീരുമാനമാവേണ്ടതാണ്. ഇക്വാളിറ്റി ആൻഡ് കോഓപ്പറേഷൻ ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ്. സമത്വവും പരസ്പര സഹായവുമൊക്കെ എന്ത് ചെയ്യുക? പിന്നെ പുലർത്തുക. അതായത് രണ്ട് കൂട്ടരുടെയും വളർച്ചയ്ക്ക് വേണ്ടി, മ്യൂച്വൽ ബെനിഫിറ്റിന് വേണ്ടി, ഓക്കെ, രണ്ട് കൂട്ടരുടെയും പിന്നെ ലാഭത്തിന് വേണ്ടി, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? പരസ്പരം സഹകരിക്കാൻ പറ്റുന്ന മേഖലയിലൊക്കെ സഹകരിക്കുക. ഓക്കെ, അപ്പൊ സമത്വവും പരസ്പര സഹായവും ഒക്കെ നമ്മൾ പരസ്പരം വെച്ച് പുലർത്തുക. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. എന്താ അതിന്റെ അർത്ഥം? പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സമാധാനപരമായ സഹവർത്തിത്വം എന്ന് പറയാം. നമ്മൾ നേരത്തെ മുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. അതായത് എല്ലാ രാജ്യങ്ങളോടും സമാധാനത്തിൽ നിൽക്കുക എന്നുള്ള അർത്ഥം. ഓക്കെ, ആക്രമണങ്ങൾ കഴിയുന്നതും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പരസ്പരം സഹകരിച്ചുകൊണ്ട്, പരസ്പരം സഹായിച്ചുകൊണ്ട് സമാധാനത്തോടെ മുന്നോട്ട് പോവുക. അതിലൂടെ രണ്ടു കൂട്ടർക്കും എല്ലാവർക്കും നേട്ടങ്ങൾ ഉണ്ടാക്കുക, വളർച്ചയുണ്ടാക്കുക. ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ പറയുന്ന പ്രധാനപ്പെട്ട 5 കൺസെപ്റ്റുകൾ. We have already discussed the non-aligned movement formed during the post-Second World War period. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ് എന്ത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നോൺ അലൈൻഡ് മൂവ്മെന്റ് ഉണ്ടായ കാര്യം. നെഹ്റു, നാസർ, ടിറ്റോ, സുകാർണോ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുത്ത കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. കാരണം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്കും അതേപോലെ തന്നെ അമേരിക്ക എന്ന് പറയുന്ന മറ്റൊരു ബ്ലോക്കും, ഒരു ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും മറ്റൊരു സോഷ്യലിസ്റ്റ് ബ്ലോക്കും ലോകത്തുണ്ടായപ്പോൾ ഇത് രണ്ടും ലോകത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ പുതിയ സ്വാതന്ത്ര്യം നേടിയ ചില രാജ്യങ്ങളിൽ എന്ത് ചെയ്തു? ഈ രണ്ട് ബ്ലോക്കിലും ചേരാതെ മാറി നിന്ന ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ് നോൺ അലൈൻഡ് മൂവ്മെന്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. സോ നെഹ്റു വാസ് വൺ ഓഫ് ദി ലീഡേഴ്സ് ബിഹൈൻഡ് ഇറ്റ്സ് ഫോർമേഷൻ. അത് നമ്മൾ നോക്കിയതാണ്. ഈ നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ഒരു പ്രധാന നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. റേദർ ദാൻ, ഈ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കാം, റേദർ ദാൻ അഫിലിയേറ്റിംഗ് ടു എ പവർ ബ്ലോക്ക്, ഇന്ത്യ ടുക്ക് എ സ്റ്റാൻഡ് ഇവാലുവേറ്റിംഗ് ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഇൻ ഇന്റർനാഷണൽ അഫയേഴ്സ്. അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ത്? ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുടെ പ്രത്യേകതയാണ് പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ചേരിചേരായ്മ. എന്നാൽ ഈ ചേരിചേരായ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് ആവശ്യമുണ്ടോ? കാരണം ലോകത്ത് 2 പവർ ബ്ലോക്കുകൾ, അമേരിക്കയും അതേപോലെ സോവിയറ്റ് യൂണിയൻ, USA-യും USSR-ഉം ഉള്ള സമയത്താണ് ഇത് ഫോം ചെയ്തത്. പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നതൊക്കെ നമ്മൾ പഠിച്ചതാ. അപ്പൊ പിന്നെ 2 പവർ ബ്ലോക്കുകൾ ഇല്ല. അപ്പോൾ ഈ ഒരു നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവാം. പക്ഷേ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ ലോകത്തൊരു വിഷയം ഉണ്ടാകുമ്പോൾ ഇന്ത്യ എന്ത് നിലപാടാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് സെന്റൻസിൽ പറഞ്ഞത്. Rather than affiliating to a power bloc, India took a stand evaluating the merits and demerits in international affairs. അതായത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ കൂടെ, ഏതെങ്കിലും ഒരു ചേരിയുടെ കൂടെ നിൽക്കാതെ ഓരോ പ്രശ്നത്തിന്റെയും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, അതിന്റെ ശരി തെറ്റുകളൊക്കെ വിലയിരുത്തി അതിനനുസരിച്ച് നിലപാടെടുക്കുക എന്നൊരു സമീപനമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പോഴും സ്വീകരിച്ചു പോരുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തിന്റെ ഭാഗമാണ്? നോൺ അലൈൻഡ് മൂവ്മെന്റിന്റെ ഭാഗമാണ്. ഓക്കെ, നോൺ അലൈൻഡ് ആ ഒരു പോളിസി ഉണ്ടല്ലോ, പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്. ഓക്കെ, ചേരിചേരാ നയം, ചേരിചേരായ്മ അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ ഒരു നിലപാട്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു രാജ്യത്തെയും കണ്ണും പൂട്ടി സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ഇന്റർനാഷണൽ ഇഷ്യൂ ഉണ്ടാവുന്ന സമയത്ത്, ഒരു അന്താരാഷ്ട്ര പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നത്തിന്റെ കാരണങ്ങളൊക്കെ പരിശോധിച്ച് അതിന്റെ ശരി തെറ്റുകൾ നോക്കി ആ പ്രശ്നത്തിനനുസരിച്ചുള്ള നിലപാടുകളാണ് ഇപ്പോഴും നമ്മുടെ രാജ്യം എടുക്കുന്നത്. അല്ലാതെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്കിനെ, ഏതെങ്കിലും രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ രാജ്യം തയ്യാറല്ല. ഓക്കെ, അപ്പൊ അത് തന്നെയാണ് എന്ത്? ചേരിചേരായ്മ എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ പോളിസി ഓഫ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ? റെഫ്യൂജി പ്രോബ്ലം ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്സ്, ഇതൊക്കെ നമ്മൾ നോക്കി. അഭയാർത്ഥി പ്രശ്നം, അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം,
കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫ്രെയിമിംഗ്, ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത കാര്യം, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണം, ഇക്കണോമിക് പോളിസി, സാമ്പത്തിക രംഗത്ത് നമ്മൾ കൈവരിച്ചിട്ടുള്ള ഓരോരോ നേട്ടങ്ങളും ചുവടുവയ്പ്പുകളൊക്കെ നമ്മൾ നോക്കി, അഡ്വാൻസ്മെന്റ് ഇൻ സയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ, ശാസ്ത്ര രംഗത്ത്, സാങ്കേതിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്തൊക്കെ നമ്മൾ നേടിയ നേട്ടങ്ങൾ, അതേപോലെ കൾച്ചറൽ സിനാരിയോ, സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. അതേപോലെ ഏറ്റവും അവസാനം ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ബാക്കി ഒരു പുതിയ യൂണിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.